ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ ഡോഗ്സിനോട് ഇത്ര താല്പര്യം ഉണ്ടായതും അവരെ ഞങ്ങളിങ്ങനെ വീട്ടിൽ വളർത്താൻ തുടങ്ങി ഇത്രയും പേരെ വളർത്താൻ തുടങ്ങിയതും കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഞങ്ങളുടെ സ്ഥിരം വ്യൂവേഴ്സിനെല്ലാം അറിയാവുന്നതായിരിക്കും ഞങ്ങൾക്ക് ഈ ഡോഗ്സിനോടുള്ള, കാരണം ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അത് അറിയാം ഇവരോടുള്ള ഇഷ്ടം എങ്ങനെയാണ്. പുതിയ കുറേ വ്യൂവേഴ്സ് ഞങ്ങൾക്കിപ്പോൾ ഉണ്ട്, അപ്പോൾ അവർക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇന്ന് നിർമ്മിക്കുന്നത്. എനിക്ക് ഡോഗ്സിനെ ഇഷ്ടമായിരുന്നെങ്കിലും ഇങ്ങനെ ഒരുപാട് ഡോഗ്സിനെ ഒന്നും ഇഷ്ടം, അങ്ങനെ പുറത്തുള്ള ഡോഗ്സിനെയൊക്കെ കാണുമ്പോൾ ഒരു പേടിയൊക്കെ ഉള്ള ആളായിരുന്നു ഞാൻ. എൻ്റെ വീട്ടിൽ, അതായത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വീട്ടിൽ ഒരു ഡോഗ് ഉണ്ടായിരുന്നു, ജർമ്മൻ ഷെപ്പേർഡ്. അവനൊരു 11-12 വയസ്സായപ്പോഴാണ് അവൻ മരിച്ചത്. അവനല്ലാതെ നമ്മൾ പുറത്തുനിന്നുള്ള ഡോഗ്സിനെ കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു പേടിയും ഭയവും ഒക്കെ ആയിരുന്നു, ഈ തെരുവിലുള്ള ഡോഗ്സിനെയൊക്കെ കാണുമ്പോഴത്തേക്ക്. ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരുന്ന ആ ജർമ്മൻ ഷെപ്പേർഡ് ഡോഗ് ഒരു 5-6 കൊല്ലം മുമ്പാണ് അവൻ മരിച്ചു പോയത്. അവൻ്റെ പേരായിരുന്നു ജിമ്മി. ആ പേരാണ് ഞങ്ങളുടെ ഈ ജിമ്മിക്കുട്ടൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇനി ഞങ്ങൾ ഈ വീടൊക്കെ മേടിച്ച് ഇവിടെ വസ്തുവൊക്കെ മേടിച്ച് വീടൊക്കെ വെച്ച് താമസമായതിനു ശേഷം ഡോഗ്സ് വേണമെന്ന് അണ്ണന് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അന്നത്തെ ഞങ്ങളുടെ ആ മുമ്പത്തെ ജിമ്മി, അവൻ ജർമ്മൻ ഷെപ്പേർഡ് ഡോഗ്, അത് മരിച്ചു പോയതിന് ശേഷം പിന്നെ അതെൻ്റെ അവസ്ഥ കണ്ടപ്പോഴത്തേക്ക് പിന്നെ ഇനി ഡോഗ് വേണ്ടെന്നുള്ളൊരു തീരുമാനത്തിരുന്നത് ഞാൻ. അതിന് ഞാൻ എതിർത്തിട്ടും അണ്ണൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു ദിവസം അണ്ണൻ്റെ ഏതോ ഫ്രണ്ടിൻ്റെ വീട്ടിലൊരു ഡോഗ് പ്രസവിച്ചത് എൻ്റെ അടുത്ത് പറഞ്ഞ് ലാബിൻ്റെ ക്രോസാന്നൊക്കെ പറഞ്ഞാണ് അണ്ണൻ കൊണ്ടുവന്നത്. എൻ്റെ അടുത്ത് പറയാതെ ഷോപ്പിൽ പോയിട്ട് രാവിലെ പോയ ആൾ കുറച്ച് 10-11 മണിയായപ്പോഴത്തേക്ക് ഒരു പപ്പിക്കുട്ടീനെ ആയിട്ട് വന്ന് ബോക്സിൽ കൊണ്ടുവന്നത് ഇവിടെ ഫ്രണ്ട് മുറ്റത്ത് കൊണ്ടുവച്ചിട്ട് എന്നെ വിളിച്ച് ഏൽപ്പിച്ചിട്ട് അണ്ണൻ ഒറ്റ പോക്ക് പോയിക്കളയും. കാരണം ഞാൻ ചിലപ്പോൾ സമ്മതിച്ചില്ലെങ്കിലോ എന്ന് കരുതി അണ്ണൻ പെട്ടെന്ന് ഷോപ്പിലോട്ടങ്ങ് പോയിക്കളയും. പിന്നെ അതായിരുന്നു എൻ്റെ ജിമ്മിക്കുട്ടൻ, ഈ ജിമ്മിക്കുട്ടൻ. പിന്നെ അവനെ കണ്ടപ്പോഴും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ പിന്നെ ഞാൻ പിന്നെ സ്നേഹിക്കാൻ തുടങ്ങി ഇവനെ. ഞാൻ അണ്ണനാണ് ഇതിന് തുടക്കമിട്ട് വെച്ചത്. എനിക്ക് ഇവർ വയസ്സായി കഴിയുമ്പോൾ ഇവരെ പിരിയുന്നുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഭയങ്കര ഇതായതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഡോഗ്സ് വേണ്ടെന്ന് ഇവിടെ നിർബന്ധം പിടിച്ച കാര്യം അതാണ്. ഇങ്ങനെ ജിമ്മി ഇവിടെ വന്നു വളർന്നു. ഏതാണ്ട് 1 വയസ്സൊക്കെ ആയപ്പം പിന്നെ ജിമ്മി ഒറ്റയ്ക്കല്ലേ, അവനൊരു കൂട്ട് വേണമല്ലോ എന്ന് കരുതി, ഒരു ഫീമെയിൽ ആയിട്ടെന്നൊക്കെ കരുതി നമ്മളൊരു ഫീമെയിലിനെ തപ്പിയിരുന്നപ്പോഴാണ് ഇവളെ ഒരു ദിവസം നമ്മൾ കണ്ടുകിട്ടുന്നത്. അണ്ണൻ വർക്കിന് പോയൊരു വീട്ടിൽ കണ്ടതാണ്. അങ്ങനെ അവിടുന്ന് അവൾക്ക് അതൊരു 1-2 വയസ്സ് 3 വയസ്സ് 2 വയസ്സുണ്ടെന്നൊക്കെ അവർ പറഞ്ഞു. കറക്റ്റ് ഏജ് നമുക്ക് ഇപ്പോഴും റാണിയുടേത് അറിയത്തില്ല കേട്ടോ. അങ്ങനെ അവിടുന്ന് കൊണ്ടുവന്ന് അപ്പോൾ ഇവർ രണ്ടുപേരും കൂട്ടായി. പിന്നെ ഇവർ രണ്ടുപേരായിരുന്നു ഇവിടെ. അപ്പം ഇവർ രണ്ടുപേരും വന്നപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് ഈ ഡോഗ്സിനോടുള്ള ഇഷ്ടം കുറേശ്ശെ അതങ്ങ് ഭയങ്കര ഇവരുടെ അടുത്ത് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിട്ട് മാറി. എവിടെ പിന്നെ പുറത്തുള്ള ഡോഗ്സിനെ കാണുമ്പോഴുള്ള ആ ഭയമൊക്കെ മാറി. അങ്ങനെ ഒരിക്കൽ നമ്മൾ ഇരിക്കുമ്പോഴാണ് ഷോപ്പിലോട്ട് പോകുന്ന വഴിക്ക് പിന്നെ റോഡിൽ വൈറ്റിയെയും വേറെ 2 കുഞ്ഞുങ്ങളെയും കണ്ടത്. വൈറ്റിയുടെ കൂടെയുള്ള സഹോദരങ്ങളായിരുന്നു, പിഞ്ചു കുഞ്ഞുങ്ങൾ. അപ്പോൾ അതിൽ ഒന്ന് വണ്ടി ഇടിച്ച് കിടക്കുന്ന കണ്ടപ്പോൾ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് 2 എണ്ണത്തിനെ കഴിഞ്ഞ് കൊണ്ടുപോരുന്നു. അതൊന്ന് വൈറ്റിയുടെ കൂടെയുള്ള ഒരു ആമ്പട്ടിക്കുട്ടിയായിരുന്നു. പക്ഷെ അത് വയ്യാത്തതുകൊണ്ട് അത് പിറ്റേന്നൊക്കെ ആയപ്പോഴത്തേക്ക് അതങ്ങ് മരിച്ചുപോയി. വൈറ്റി ഞങ്ങൾ കൊണ്ടുവന്നെങ്കിലേ ഞങ്ങൾക്ക് ഇവിടെ അകത്ത് കയറ്റാനുള്ള തീരുമാനമല്ലായിരുന്നു. അവൾ വളർന്നു കഴിയുമ്പം തുറന്നിടുക എന്നുള്ളൊരു പ്ലാനിൽ ഞങ്ങളിങ്ങനെ ഇവിടെ ഗേറ്റിൻ്റെ വെളിയിൽ, നമ്മൾ റോഡിൻ്റെ സൈഡിലെ വെളിയിൽ ഞങ്ങളുടെ മതിലിനോട് ചേർന്നിട്ട് ഒരു തടിയുടെ കൂടൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ ഇങ്ങനെ ഈ ഭാഗത്തായിട്ട് മൂലയ്ക്ക് ഒരു തടിയുടെ കൂടൊക്കെ സെറ്റ് ചെയ്തിട്ട് അവൾ ഏതാണ്ട് 1 മാസം വരെ ഞങ്ങൾ അതിനകത്താണ് ഇട്ടിരുന്നത്. ഉറങ്ങണുണ്ട് അവിടെ റോഡിന് നടുക്കിടന്നേ ഉറങ്ങത്തുള്ളൂ. പിന്നെ ഇതിലെ വലിയ വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. മറ്റുള്ളതും അങ്ങ് അവിടെ കിടപ്പുണ്ട്. ഞാൻ ഇവിടെ മതിലിൻ്റെ സൈഡിൽ ഇവിടെ തിട്ടയിൽ കയറി നോക്കാൻ വന്നപ്പോഴത്തേക്ക് എന്നെ തള്ളി മാറ്റിയിട്ട് ഒരുത്തം കയറി നിൽക്കുന്നുണ്ട. അങ്ങനെ വൈറ്റിന് ഒക്കെ ഒരു ഇച്ചിരി ഒന്ന് വലുതാകുമ്പോൾ അങ്ങ് തുറന്ന് വിട്ടേക്കാം, അതുവരെ കുഞ്ഞല്ലേ വണ്ടിയൊന്നും കയറണ്ടെന്ന് കരുതി വെളിയിൽ സെറ്റ് ചെയ്തത്. പിന്നെ ഇവിടെ 1 മാസമൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ ഇവളെ പിന്നെ പിരിയാൻ പറ്റാണ്ടായി. അപ്പോഴേ നമുക്ക് മനസ്സിലായത് അങ്ങനെ നമുക്ക് പിരിയാൻ പറ്റത്തില്ലത്. പിന്നെ 2 വരട്ടെന്ന് കരുതി ഇവളെ ഇനി അകത്ത് കയറ്റി. അങ്ങനെയാണ് എൻ്റെ വൈറ്റി കുഞ്ഞ് ഈ വീട്ടിനകത്തായത്. പിന്നെ അറിയാമല്ലോ, പിന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് ഇവരോടുള്ള അറ്റാച്ച്മെൻറ്റ് അങ്ങ് കൂടി വന്നു. പിന്നെ ഏത് ഡോഗ്സിനെ കണ്ടാലും അതിനെ ഒരു പ്രത്യേക സ്നേഹവും തെരുവിലെ ഡോഗ്സിനെ കാണുമ്പോൾ ഒരു പ്രത്യേക സിമ്പതിയൊക്കെ ആയി. അങ്ങനെയൊക്കെ അത് കൂടി വന്നു. പിന്നെയാണ് ഞങ്ങൾ ഷോപ്പിൻ്റെ അടുത്തുള്ള പള്ളിയുടെ തിണ്ണയിൽ ഒരു പട്ടിക്കുട്ടി കിടക്കുന്നുണ്ട്. അതൊന്ന് തങ്കി. അവളെ വിളിച്ചിട്ട് ഫുഡ് കൊടുത്തതാ, ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തതാ. പിന്നെ തങ്കി സ്ഥിരമായിട്ട് നമ്മളെ കൂടെ. പിന്നെ അവൾക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. വേറെ ഡോഗ്സ് 1-2 പേര് വരാൻ തുടങ്ങി. അങ്ങനെ വന്നാണ് കടയിൽ ഇപ്പം 8-9 പേരുണ്ട് ഡോഗ്സ് ഫുഡ് കൊടുക്കുന്നത്. പിന്നെ അതിന് ശേഷം അതിൻ്റെ ഇടയ്ക്കൊക്കെയാണ് നമ്മൾ റോഡിൽ നിന്ന് വേറെ ഒരുപാട് ഉപേക്ഷിച്ച കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തുകൊണ്ട് വന്നതും അവരെയൊക്കെ അഡോപ്ഷൻ കൊടുത്തതും
ഏതാണ്ട് ഒരു 17 കുഞ്ഞുങ്ങളോളം ഞങ്ങൾ റോഡിൽ നിന്ന് റെസ്ക്യൂ ചെയ്ത് വന്നു. ഈ ചാക്കിൽ കെട്ടിക്കൊണ്ട് കളഞ്ഞ കണ്ണുറക്കാത്ത കുഞ്ഞുങ്ങളും 1 മാസം പ്രായമായ കുഞ്ഞുങ്ങളെയൊക്കെയാണ് നമ്മൾ റോഡിൽ നിന്ന് റെസ്ക്യൂ ചെയ്തെടുത്തത്. അതിൽ രക്ഷപ്പെടുത്തിയ കുഞ്ഞുങ്ങളിൽ 10 പേര് ഞങ്ങൾക്ക് അഡോപ്ഷൻ കൊടുക്കാൻ കഴിഞ്ഞ്. 4 പേര് അഡോപ്ഷൻ ആവാതെ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്. അതാണ് ജാക്കി, ചക്കി, ജാനു, തുമ്പി. പിന്നെ 2 കുഞ്ഞുങ്ങളെ ഞങ്ങൾ റെസ്ക്യൂ ചെയ്തുകൊണ്ട് വന്നപ്പോഴേ കണ്ടീഷൻ ശരിയല്ലായിരുന്നു. അപ്പോൾ അവർ പിറ്റേന്നൊക്കെ ആയപ്പോഴത്തേക്കും അങ്ങ് മരിച്ചു. ഒരെണ്ണത്തിൻ്റെ ദേഹം മൊത്തം പുഴുവൊക്കെ ഉള്ള ഒരു കുഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങ് മരിച്ചുപോയി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ ഡോഗ്സിനോട് ഇഷ്ടം ഉണ്ടാവാനുള്ള കാരണം ഈ നിൽക്കുന്ന ചെറുക്കനാണ്. ഈ ചെറുക്കനാണ് ഇതിനെല്ലാം തുടക്കം വെച്ചത് കേട്ടോ. ഇവൻ കാരണമാണ് ഇതെല്ലാം തുടങ്ങി ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇതിൽ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മളൊരു 10-30ഓളം ഡോഗ്സിന് പുറത്തും ഇവിടെ വീട്ടിലും ഒക്കെ ആയിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട്. വീട്ടിലത് നമ്മൾ അങ്ങനെ കൂട്ടുന്നില്ല. പുറത്ത് എല്ലാം കൂടെ ഒരു 10-20 ഡോഗ്സിനോളം നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട് നിലവിൽ. അതിൽ തന്നെ കുഞ്ഞുങ്ങൾ തന്നെ ഒരു 7-8 കുഞ്ഞുങ്ങളോളം ഉണ്ട്. ഇനി നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നാൽ ശരിയാവത്തില്ല. കാരണം എത്രത്തോളം അഡോപ്ഷൻ ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്കിപ്പോൾ തന്നെ അടുത്തതിൽ അഡോപ്ഷൻ ആവാതെ എന്നാൽ 4 പേര് നമ്മളുടെ കൂടെ ഉണ്ട്. അപ്പോൾ എണ്ണം കൂടിക്കഴിഞ്ഞാൽ നമുക്കും അത് ഹാൻഡിൽ ചെയ്യാൻ പാടായിരിക്കും. അവർക്കും അത് ബുദ്ധിമുട്ടായിട്ട് മാറും. അവർക്ക് വെറുതെ കൊണ്ടുവന്നിട്ടിട്ട് കാര്യമില്ലല്ലോ. ഫുഡ് കൊടുക്കുന്ന കുഴപ്പമില്ല, അവർക്ക് കിടക്കാൻ ഷെൽട്ടർ ഒരുക്കണം. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഡോഗ്സിനെയൊക്കെ എടുത്ത് തുടങ്ങിയതും അവരെയൊക്കെ ഇഷ്ടമായി തുടങ്ങിയതും. ദയവേത് ആരും ഈ കുഞ്ഞുങ്ങളെയൊന്നും കൊണ്ട് കളയാതിരിക്കുക. നിങ്ങൾ കളയുമ്പോൾ എന്തായാലും കളയുന്നത്. അപ്പോൾ അതിൻ്റെ അമ്മേനെയും കൂടെ ഉപേക്ഷിക്കുക. അപ്പോൾ ഒന്നുമില്ല, അതിൻ്റെ പാല് കുടിച്ചെങ്കിലും അവിടെ കിടക്കാമല്ലോ. ഈ കണ്ണുറക്കാത്ത കൊച്ചുങ്ങളെ കൊണ്ട് കളഞ്ഞ ചാക്കിലൊക്കെ കെട്ടിയാണ് കൊണ്ട് കളയുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട് ചാക്കിൽ കെട്ടി കൊണ്ട് കളഞ്ഞതൊക്കെ. ചാക്കിൽ നിന്ന് ഇറങ്ങാൻ പറ്റാതെ അതിലിരുന്ന് ചത്ത കുഞ്ഞുങ്ങൾ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവർ നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെ പുറത്തുള്ള ഡോഗ്സിനെ, വീട്ടിലെ ഡോഗിനെ വലിയ പേടിയില്ലെങ്കിലും പുറത്തുള്ള ഡോഗ്സിനെ പേടിയായിരുന്നു ഞാൻ. ഇപ്പം പുറത്ത് തന്നെ ഏകദേശം ഒരു 10-20 ഡോഗ്സിന് ഫുഡ് കൊടുക്കുന്നുണ്ട്, ചെറുതും വലുതുമായിട്ട്. 20 അല്ല, ഒരു 25ഓളം ഡോഗ്സിന് ചെറുതും വലുതുമായിട്ട് പുറത്ത് തന്നെ ഞാൻ ഫുഡ് കൊടുക്കുന്നുണ്ട്. ഞാനെന്ന് പറഞ്ഞാൽ ഞാനും അണ്ണനും. അപ്പം എന്തോ ചിലപ്പം നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത് ദൈവത്തിൻ്റെ തീരുമാനമായിരിക്കാം. വേണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും നമ്മൾ അതിനകത്തോട്ട് തന്നെ പിന്നെ നമ്മൾ ആരോ കൊണ്ടു ചെന്ന് എത്തിക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ദൈവത്തിൻ്റെ തീരുമാനങ്ങളായിരിക്കാം. ഇവർ നമ്മളെ ജീവിതത്തിൽ വലിയൊരു സ്ഥാനമാണ് ഇവർക്കുള്ളത്, അല്ലേ ഐറ്റമ്മ? കാരണം ഈ കള്ള നോട്ടവും ഉണ്ടോ, നാക്ക് ചരിച്ചിട്ടുള്ള ഈ നിപ്പും. ആ നാക്കങ്ങ് എടുത്തകത്തിട്ടെ ഐറ്റമ്മ, നാക്കെടുത്തകത്തിട്ട്. പിന്നെ അതാ ഈ കള്ളക്കുട്ടൻ്റെ വികൃതികളും സംസാരങ്ങളും, എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ ചോദിച്ച് മേടിച്ച് തിന്നുന്ന സ്വഭാവം, ഇവളെ ഓട്ട കണ്ടിട്ടുള്ള നോട്ടം, ഇതൊക്കെ എങ്ങനെ ഇനി വേണ്ട വയ്ക്കാൻ പറ്റുക? ഇവിടെ ഉറക്കം തൂങ്ങിയിരിക്കുക കേട്ടോ. മണി 11ആയി. ഇന്ന് ഞാൻ ഷോപ്പിൽ ഇത്തിരി ലേറ്റായിട്ടേ പോകത്തുള്ളൂ, സൺഡേ. അപ്പോൾ ഉറക്കം ഞാൻ പോവാത്തത് കാരണം ഞാൻ ഇവിടെ വന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവന് ഉറക്കം ശരിയാകുന്നില്ല, ഉറങ്ങാൻ തൂങ്ങുവാങ്ങിരുന്ന്. കുട്ടിപ്പട്ടാളങ്ങളൊക്കെ മേളിലാണ് കേട്ടോ. എല്ലാവരെയും അങ്ങ് കൂട്ടിലാക്കി. 10 മണിയായപ്പോഴത്തേക്ക് എല്ലാവരെയും കൂട്ടിലാക്കി. അല്ലെങ്കിൽ വീടും പെരേടും എടുത്ത് തിരിച്ചു വയ്ക്കും. ക്ഷമ നശിച്ചേ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ബൈ.